ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു സ്പെഷ്യൽ സമ്മർ ഡ്രിങ്കുമായിട്ടാണ്. ഇത്തവണത്തെ രണ്ടാമത്തെ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. ഈ ഡ്രിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഈ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഹിന്ദി ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞങ്ങളത് കുറച്ച് മാറ്റങ്ങൾ എടുത്ത് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. അതായത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വളരെ പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ജെല്ലി ഉണ്ടാക്കണം. ജെല്ലി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ജെല്ലി മിക്സ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും, ജെല്ലി ക്രിസ്റ്റൽസ് വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഏത് ബ്രാൻഡ് വാങ്ങുന്നത് എന്നനുസരിച്ച് അതിൻ്റെ മിക്സിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതെല്ലാം പുറത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും കേട്ടോ. ഞാൻ വാങ്ങിയ എന്തായാലും ഈ ഒരു ബ്രാൻഡാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫുൾ സാഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മേടിക്കാം കേട്ടോ. ഇതിൽ മിക്സ് ഒരു സാഷയും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അവർ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചൊരു 1 മിനിറ്റ് ഒന്ന് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണേ. സോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കിനി റൂം ടെമ്പറേച്ചർ സെറ്റ് ആയിക്കോളും. ബട്ട് നമ്മൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനിൽ 1 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 കപ്പ് സാഗോ റൈസ് എന്നോ സാബുദാന റൈസ് എന്നോ പറഞ്ഞ സാധനം എൻ്റെ പഴയ ഡ്രിങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 10-15 മിനിറ്റ് തിളയ്ക്കണം കേട്ടോ. 10-15 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് വെന്തൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറും. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സാഗോ റൈസ് ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് ഇതിന് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക കേട്ടോ. നല്ല എക്സ്ട്രാ ഉള്ള സ്റ്റാർച്ചും ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി കിട്ടും. നമുക്ക് ആ പേൾസ് മാത്രം കിട്ടുകയോ ചെയ്യും കേട്ടോ. നമ്മളത് വാഷ് ചെയ്ത് ഇതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയും. അങ്ങനെ ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഈ ബേസിൽ സീഡ്സ് കയ്യിലില്ലെങ്കിലും ഒഴിവാക്കാം കേട്ടോ. ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. ഇത് ഇടുമ്പം തന്നെ ഒന്ന് കളറ് മാറി ഒന്ന് വീർത്ത് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. സോ ഇത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ലിറ്റർ പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ശരിക്കും തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാട്ടോ. ടെട്രാ പാക്കിലേക്ക് കിട്ടുന്ന പാലാണെങ്കിൽ കുഴപ്പമില്ല, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് റൂഹ് ഹഫ്സ എന്ന് പറഞ്ഞാൽ റൂഹ് ഹഫ്സ സർബത്താണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലും സർബത്ത് കിട്ടിയാൽ അത് ഒഴിക്കുക കേട്ടോ. ശരിക്കും പിങ്ക് കളർ തന്നെ കിട്ടും. നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയിക്കുക കേട്ടോ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സാഗോ റൈസ് ഉണ്ടല്ലോ, ശരിക്കും പേൾസ് ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളത്തിലിട്ട കസ്കസ് ഉണ്ടല്ലോ, ഇത് ശരിക്കും വീർത്തിരിപ്പുണ്ട് കണ്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് മിക്സിനെ ഒരു 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച ജെല്ലി സെറ്റായി ഇരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് അതിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ജെല്ലി റെഡിയാണ്. ഇനി ബാക്കി മിക്സിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ മിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ നിന്നിട്ട് കേട്ടോ. നല്ല തണുത്തിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി ഒന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ നട്ട്സ് ആണ്. ഡ്രൈ നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സ് ഉണ്ടോ അത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ബദാമാണ്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്ത ആണ്, അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ.
ഡ്രൈ നട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ജെല്ലി പീസസ് ഉണ്ടല്ലോ, ജെല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, ഇത്രയും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഡിഫറൻസിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ആഡ് കൊടുക്കാം. കുറച്ച് മാതളം ഇലക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക ഇതിലേക്ക്. പൊമഗ്രനേറ്റ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമ്മുടെ സ്ട്രോബെറി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിംഗ് ബോൾ എന്തായാലും നിറഞ്ഞു കൂട്ടാം. ആസ് യൂഷ്വൽ നമ്മുടെ 4 ഗ്ലാസും റെഡിയാണ്. നമ്മുടെ സ്പെഷ്യൽ സമ്മർ ഡ്രിങ്കും റെഡിയാണ്. യമ്മി ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. നമ്മൾ ഗ്ലാസ്സുകളിലേക്കൊന്ന് മാറ്റാട്ടോ. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഓരോ പീസ് ചെറിയ സ്ട്രോബെറി വെച്ച് കൊടുക്കാൻ കേട്ടോ. സ്ട്രോബെറി ഒന്നും മസ്റ്റല്ല കേട്ടോ, നിങ്ങൾക്കുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സമ്മർ ഡ്രിങ്കും കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഭയങ്കര യമ്മിയാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അധികം ഞാൻ പറയുന്നില്ല. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ്.